മൂഡ് സ്വിങ്സിന്റെ ഒരു മെയിൻ റോൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ട്രീറ്റ്മെന്റ് വൈസ് നോക്കുമ്പോൾ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, ആ ഒരു അവരനുഭവിക്കുന്ന ഒരു അവസ്ഥയുടെ ഇത് കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുരുഷന്മാർ ഇതിനെക്കുറിച്ച്, ഈ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാൻ പലപ്പോഴും ഈ ഒരു ടോപ്പിക്ക് കൊണ്ടുവരാറുണ്ട്. പല ടോക്കിലും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാറുണ്ട്. കാരണം പലപ്പോഴും ആണുങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല. വീട്ടിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് പീരിയഡ്സിന്റെ സാധാരണ പീരിയഡ്സ് അല്ലേ, അത് സ്ത്രീകൾക്ക് വരുന്നതാണല്ലോ, ഇതിലിപ്പോൾ എന്താ ഉള്ളത്. അവര് ഫിസിക്കലി മാത്രമല്ല, ഫിസിക്കലി മെന്റലി ഇമോഷണലി ഒക്കെ ഇവർ പല രീതിയിലുള്ള, പലർക്കും എല്ലാവർക്കും ഇല്ലെങ്കിൽ പോലും പല സ്ത്രീകളും പല സിവിയറിറ്റിയിലാണ് ഇത് കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹസ്ബൻഡ്സ് അറിയണം ഈ ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഇവർ അനുഭവിക്കുന്ന അവസ്ഥയും അതിന്റെ ആ സപ്പോർട്ടീവ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ആ സപ്പോർട്ട് ആ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് സ്ത്രീകൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ടു ആൻ എക്സ്റ്റെൻഡ് സിവിയർ ആയിട്ട് ഒരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് പോയ കേസുകൾ വരെ ഉണ്ട്. ഇങ്ങനത്തെ എക്സ്ട്രീം ഈ ഒരു ഇമോഷൻസ് കാരണം, ഫാമിലി കോൺഫ്ലിക്റ്റ്. ഇത് ഹസ്ബൻഡ് സിറ്റുവേഷൻ അറിയില്ലെങ്കിൽ നാച്ചുറലി ഈ വൈഫ് എന്ത് ചെയ്യും, ആ സമയത്ത് ഓവർ റിയാക്ട് ചെയ്യും. പല ഈ പറഞ്ഞ പോലെ കുട്ടികളെ അടിക്കുന്നു, ഹസ്ബൻഡിന്റെ അടുത്ത് ചെറിയ കാര്യങ്ങൾക്ക് ഓവർ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഹസ്ബൻഡിന് അറിയില്ല ഇത് ഇങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. ഓർ പ്രോബബ്ലി ഇങ്ങനെ ഇതുകൊണ്ടാണ് വൈഫ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നുണ്ട് അവർ മനസ്സിലാക്കുന്നില്ല. ബിക്കോസ് അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഫാമിലിയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നു, ഫാമിലി റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം സ്ത്രീകളെ പോലെ തന്നെ ആണുങ്ങൾ ഇത് അറിയണം. അവർ ഈ സമയത്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം.